إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും അവന്റെ വിധി വിലക്കുകളും കഴിവിന്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. നമുക്ക് അറിയുന്നത് പോലെ കഴിഞ്ഞ ദിവസം കശ്മീരിൽ ഉണ്ടായ കൂട്ടക്കുരുതി ഏതൊരു മനുഷ്യനെയും വേദനിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്കേറെ സങ്കടമുണ്ട്, ഏറെ പ്രയാസമുണ്ട്. കാരണം മനുഷ്യജീവന് ഏറെ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. അന്യായമായ കൊലകളും കൊലപാതകങ്ങളും ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ചില രാഷ്ട്രീയ മുതലെടുപ്പുകാർ ഈ ദിവസങ്ങളിൽ കാണിക്കുന്നത് പോലെയുള്ള ഒരു സങ്കടമല്ല മുസ്ലിമിനുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വേദനകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ബാബരി മസ്ജിദിന്റെ ധ്വംസനമായാലും ഗുജറാത്തിലെ കലാപമായാലും ഭീവണ്ടിയിലെയും മുംബൈയിലെയും, അതുപോലെ ഇന്ന് ഇന്ത്യയിൽ മുസ്ലിമായി എന്നുള്ള ഒറ്റ കാരണത്താൽ മുസ്ലിം സഹോദരങ്ങളും സഹോദരികളും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്നത്തെ മുസ്ലിമീങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലകളിൽ മതം തിരയുന്ന ആളുകളോട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുവാനുള്ളത്, ഈ വേദനകൾക്ക് നൂറ്റാണ്ടുകൾക്ക് പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ഒരു മനുഷ്യ ജീവൻ അന്യായമായി ഹനിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിൽ മതം തിരിയുന്നവരല്ല മുസ്ലിമീങ്ങൾ, അതിൽ ജാതി തിരയുന്നവരല്ല ലോകത്തിലെ മുസ്ലിമീങ്ങൾ. മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, എന്റെ ഭരണകാലത്ത് ഞാൻ അറിയാതെ പട്ടിണി കിടന്ന ഒരാട് മരിച്ചു പോയാൽ അതിൽ പടച്ചവനോട് സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുയായികളാണ്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഭക്ഷണം പാകം ചെയ്യാൻ തന്റെ അനുചരന്മാർ ഒരു സ്ഥലത്ത് തീ കൂട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉറുമ്പുകൾക്ക് അത് പ്രയാസമാകുമെന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് ആ തീ ഒഴിവാക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ അനുയായികൾക്ക് കൊലപാതകങ്ങളിൽ മതം തിരിയാൻ അവർക്ക് സാധിക്കുകയും ആരാണെങ്കിലും ആവർത്തിച്ചു പറയട്ടെ, അന്യായമായ കൊലപാതകങ്ങൾക്ക് ഇസ്ലാം എന്നുമെതിരാണ്. മനുഷ്യ ജീവനുകൾക്ക് ഏറെ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൊലപാതകങ്ങളിൽ അവന്റെ സമീപനം എന്ത് എന്നുള്ളത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, കൊലക്ക് പകരമായോ അതല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും ഭൂമിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ ആരുടെയെങ്കിലും ഒരു ജീവൻ ഹനിക്കപ്പെട്ടാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ആ കൊലപാതകി ഒരു മനുഷ്യനെയല്ല കൊന്നത്, മറിച്ച് അന്യായമായി ഒരു മനുഷ്യനെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നതിന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊലപാതകം എന്നുള്ള ഈ സംഗതി ആദ്യം പ്രപഞ്ചത്തിൽ തുടങ്ങിയത് ആദം നബി ഇസ്ലാമിന്റെ രണ്ടു മക്കളിൽ ഹാബീലിനെ വധിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പ്രപഞ്ചത്തിൽ ഖിയാമത്ത് നാൾ വരെ അന്യായമായി ആരെ കൊല്ലുന്നുണ്ടോ അതിന്റെ ശിക്ഷയുടെ ഒരു ഭാഗം ഹാബീലിന് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ പറഞ്ഞു, മാ മിൻ നഫ്സിൻ തുഖ്തലു ദുൽമൻ ഇല്ലാ കാന അലാ ഇബ്നി ആദമ കിഫ്ലുൻ മിൻ ദിമാഇഹാ, അന്യായമായി അക്രമത്തിൽ കൂടി ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വിഹിതം ആദമിന്റെ പുത്രന് ലഭിക്കാതിരിക്കുകയില്ല. ഹാബീലിന് ഒരു മനുഷ്യൻ അന്യായമായി ദുനിയാവിൽ കൊല്ലപ്പെട്ടാൽ ആ പ്രവണതക്ക് തുടക്കം കുറിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഹാബീലിന് അതിന്റെ ശിക്ഷയുടെ ഒരു ഭാഗം ലഭിക്കും. വദാലിക ലിഅന്നഹു അവ്വലു മൻ അസന്നുൽ ഖത്ൽ, ആദ്യമായി പ്രപഞ്ചത്തിൽ കൊലപാതകങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആ വ്യക്തിയാണ്. അതുകൊണ്ട് അതിനുള്ള ഒരു ശിക്ഷയുടെ ഒരു ഭാഗം അവൻ ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, കൊലപാതകം എന്നുള്ളത് ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, ഇജ്തനിബു അസ്സബഉൽ മൂബിഖാത്ത്, വിനാശകാരികളായ 7 വൻപാപങ്ങളും നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബത്ത് ചോദിച്ചു, വമാ ഹുന്ന യാ റസൂലല്ലാഹ്, ഏതാണ് നബിയായ 7 വൻപാപങ്ങൾ? ഖാല റസൂൽ പറഞ്ഞു, അശ്ശിർകു ബില്ലാഹ്, ആദം സന്തതികൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന തിന്മകളിൽ ഏറ്റവും കടുത്തത് അത് ശിർക്കാണ്. വസ്സിഹർ, രണ്ടാമത്തേത് മാരണമാണ്. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ 7 വൻപാപങ്ങളിൽ മൂന്നാമതായി എണ്ണിയത് വഖത്ലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ജീവനുകളെ ന്യായപ്രമാണമല്ലാതെ ഹനിക്കലാണ് വൻപാപങ്ങളിൽ അഥവാ അല്ലാഹുവിൽ പങ്കുചേർക്കുക, മാരണം ചെയ്യുക എന്നതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയ മൂന്നാമത്തെ വൻപാപമാണ് മനുഷ്യവധം എന്ന് നാം അറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ 151, 152 ആയത്തുകളിൽ അല്ലാഹു പറയുക, അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞു, നബിയെ സഹാബത്തിനെ വിളിച്ചു കൂട്ടുക. അവരെ ഒരുമിച്ച് കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ കാര്യങ്ങൾ നബിയെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു.
ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ 10 കാര്യങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂലോട് പറയാൻ ഖുൽ നബിയെ പറയുക തആലൂ സ്വഹാബത്തിനെ വിളിക്കാണ് തആലൂ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും ഇദാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഞാനിതാ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞു അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, ശിർക്ക് വെക്കരുത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ചില തഫ്സീറിന്റെ ഉലമാക്കൾ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ജീവനുകളെ നിങ്ങൾ ന്യായപ്രകാരമല്ലാതെ വധിച്ചു കളയരുത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാൻ അവിടെ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ചില ഗുണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. ആ എടുത്തു പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ എല്ലാ നന്മകളിലും എല്ലാ ചെയ്യാൻ പാടില്ലാത്ത തിന്മകളിലും തൗഹീദും ശിർക്കും തന്നെയാണ്. ഇവിടെയും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഗുണമായി അല്ലാഹു പറഞ്ഞത് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ അവർ ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവോടൊപ്പം ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ്. അതുപോലെ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാത്തതുപോലെ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് അല്ലാഹു പവിത്രമാക്കിയ അതല്ലെങ്കിൽ അല്ലാഹു നിഷിദ്ധമാക്കിയ നഫ്സുകളെ ജീവനുകളെ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരൊരിക്കലും വധിക്കുകയില്ല, ഹനിക്കുകയില്ല. എങ്കിൽ സഹോദരങ്ങളെ ഈ മനുഷ്യന്മാരെ അന്യായമായി കൊല്ലുന്ന ഏതൊരാൾക്കും അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇതിലെ ചില വിവരദോഷികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ആളുകളെ വധിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് അവർ കരുതുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരൊരിക്കലും അല്ലാഹു പവിത്രമാക്കിയ നഫ്സുകളെ മനുഷ്യ ജീവനുകൾ അവർ അവഹേളിക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് മനുഷ്യനെ അന്യായമായി കൊന്നിട്ട് അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കുമെന്ന് അവർ ആഗ്രഹിക്കുന്നത്, അവർ ആശിക്കുന്നത്? അതൊരിക്കലും അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് മാത്രവുമല്ല വിശുദ്ധ ഖുർആനിൽ ഒരു സത്യവിശ്വാസി ഒരു മറ്റൊരു സത്യവിശ്വാസിയെ വധിക്കുകയാണെങ്കിൽ ഇത് ആമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഒരാളെയും അതേ പറഞ്ഞത് ആവർത്തിച്ചു പറയട്ടെ, ഇന്ത്യയിലല്ല ലോകത്തെവിടെയും നടക്കുന്ന ഒരു കൊലപാതകങ്ങൾക്കും മതം തിരയുന്നവരല്ല മുസ്ലിമീങ്ങൾ. അവർക്ക് മതം തിരയാൻ കഴിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു പവിത്രമാക്കിയ അതല്ലെങ്കിൽ അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു നഫ്സിനെയും ഒരു ആത്മാവിനെയും വധിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികൾക്ക് അവിടെ മതം തിരയാൻ കഴിയുകയില്ല. എന്നാൽ ഇത് ആമായ ഉമൂമിയായ കാര്യമാണ്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മുസ്ലിമീങ്ങളായ ആളുകൾ മുസ്ലിമീങ്ങളെ കൊന്നാൽ അതിന് പ്രത്യേക ശിക്ഷ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുസ്ലിം മുഅ്മിനായ മനുഷ്യനെ അന്യായമായി മനഃപൂർവ്വം വധിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ എന്താണെന്നറിയോ? ഇന്നിന്റെ ലോകത്തെ വലിയ പാഠമാണ്. IS പോലുള്ള ഒരുപാട് സംഘങ്ങൾ വന്നപ്പോ അത് ഇസ്ലാമിന് വേണ്ടിയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു. സഹോദരങ്ങളെ, IS പോലുള്ള തീവ്ര സംഘങ്ങൾ ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിയത് മുസ്ലിമീങ്ങളെയാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം എന്നുള്ളത് തീവ്രവാദം പഠിപ്പിച്ചിട്ടേയില്ല, മനുഷ്യരെ കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാം അറിയേണ്ടതുണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനെ മനഃപൂർവ്വം വധിച്ചു കഴിഞ്ഞാൽ ഫജസാഉഹു ജഹന്നം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ കരങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ വധിക്കപ്പെടുന്നതിൽ നിന്ന് മനുഷ്യന്മാർ വധിക്കപ്പെടുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹുവിന്റെ ജസാ എന്താണെന്നറിയോ? പ്രതിഫലം ജസാഉഹു ജഹന്നം. അവർക്ക് നരകമാണ് പ്രതിഫലമായിട്ടുള്ളത്. ഖാലിദൻ ഫീഹാ
അവർ ആ നരകത്തിൽ സാക്ഷരരായിരിക്കും. തീർന്നിട്ടില്ല. അല്ലാഹുവിന്റെ കോപം അവരുടെ മേലെ ഉണ്ടാകും. അല്ലാഹുവിന്റെ ശാപം അവരുടെ പേരിൽ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനയേറിയ ശിക്ഷ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനെ വധിച്ചു കഴിഞ്ഞാൽ, മൊത്തത്തിൽ ഒരു മനുഷ്യനെ വധിച്ചു കഴിഞ്ഞാൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യനെ വധിച്ചതിന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യന്റെ നേർക്ക് ഒരു ആയുധം ചൂണ്ടിയാൽ ഫഇന്നൽ മലായികത തൽഅനുഹു, നിശ്ചയം മലക്കുകൾ ആ മനുഷ്യനെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ വഇൻ കാന അഖാഹു ബിഅബീഹി വഉമ്മിഹി, അത് തന്റെ മാതാപിതാക്കൾക്കുള്ള, അഥവാ എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരങ്ങൾക്ക് നേരെയായ ആണെങ്കിൽ പോലും, ആ വാള് അതല്ലെങ്കിൽ ആയുധം ചൂണ്ടുന്ന സമയം അത്രയും അള്ളാഹുവിന്റെ മലായികത്തുകൾ ആ മനുഷ്യനെ ശപിച്ചുകൊണ്ടിരിക്കും, അതിൽ നിന്ന് അവൻ വിടവാങ്ങുന്നതുവരെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ചില റിവായത്തുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സൂക്ഷ്മത സഹോദരങ്ങളെ കാണേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരാൾ ആയുധം കൊണ്ട് നടക്കുകയാണ്. അറബ് ലോകത്തൊക്കെ പഴയ ആളുകൾക്ക്, പരിചയമുള്ള ആളുകൾക്കൊക്കെ അറിയാം, ആയുധം കൊണ്ട് നടക്കുന്ന ആളുകളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നറിയോ, നിങ്ങൾ ആയുധം കൊണ്ട് അങ്ങാടിയിലോ പള്ളിയിലോ കൂടി പോവുകയാണെങ്കിൽ അതിന്റെ തലഭാഗത്ത് നിങ്ങളെ കൈകൊണ്ടത് മറച്ചു പിടിക്കണമെന്നാണ്. അന്യായമായ ആരെങ്കിലും മേത്ത് അങ്ങാടി നടന്നു പോകുന്നത് തട്ടാതിരിക്കാൻ അതിന്റെ തലഭാഗത്ത് നിങ്ങൾ കൈവച്ചുകൊണ്ട് നടക്കണമെന്നാണ്. ഒരായുധം കൊണ്ട് നടക്കുന്ന ആളുകളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ ഈ കാരുണ്യത്തിന്റെ മതത്തിൽ സഹോദരങ്ങളെ അന്യായമായ ആളെ കൊല്ലുന്ന ആളുകളെ ഉണ്ടായി എന്നുള്ളത് എങ്ങനെയാ ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ സാധിക്കുക? ഈ കൊല്ലുന്ന ആളുകൾ മുസ്ലിമുകളാണ് എന്ന് എങ്ങനെയാണ് ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ സാധിക്കുക? എവിടെ നിന്നാണ് ഈ തത്വശാസ്ത്രം അവർക്ക് ലഭിച്ചത് എന്ന് എങ്ങനെയാണ് ഒരു മുസ്ലിമിന് മനസ്സിലാക്കാൻ സാധിക്കുക? ഒരു മുസ്ലിമിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആയുധം കൊണ്ട് നടക്കുമ്പോ നിങ്ങൾ അങ്ങാടിയിൽ കൂടി പോകുമ്പോ അതിന്റെ തലഭാഗം അങ്ങാടിയുള്ള ആളുകളെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ അതിന്റെ തലഭാഗത്ത് കൈവച്ച് നടക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികൾക്ക് എങ്ങനെയാ വിശ്വാസികൾ ഇതിന് സാധിക്കുക? അവർ മുസ്ലിങ്ങളാണ് എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ, അവ്വലു മാ യുഖ്ദാ ബൈനൻ നാസി, ജനങ്ങൾക്കിടയിൽ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യം എന്താണെന്നറിയോ, കൊലപാതകങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പരലോകത്ത് വിചാരണക്കെടുക്കുക കൊലപാതകങ്ങൾ നടത്തിയ ആളുകൾ ആദ്യം വിചാരണ നടത്തുന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മുആഹിദിനെ വധിക്കുന്ന ആളുകൾക്ക് നരകമുണ്ട്, അവർക്ക് സ്വർഗ്ഗം നിഷിദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഖതല മുആഹിദൻ ഫീ ഗൈരി കുൻഹിഹി ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും ഒരു മുആഹിദിനെ വധിച്ചു കളഞ്ഞാൽ, മുആഹിദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്ത് കരാറിൽ ഏർപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകൾ. ഇതേതുപോലെ ഇപ്പൊ സൗദി അറേബ്യ ഒരു ഇസ്ലാമിക രാജ്യമാണ്. സൗദി അറേബ്യയിലേക്ക് ആ രാജ്യം ജോലി ആവശ്യാർത്ഥം വിസ നൽകി മറ്റു നാടുകളിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോയ ആളുകളിൽ എല്ലാ മതക്കാരും ഉണ്ടാവും. അതിൽ സൗദി അറേബ്യ അഥവാ ഇസ്ലാമിക രാജ്യമായ സൗദിയിലേക്ക് പോകുന്ന ഒരു അമുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുആഹിദ എന്ന് പറഞ്ഞാൽ ആ രാജ്യവുമായി കരാറിൽ ഏർപ്പെട്ട ഒരു അമുസ്ലിം. ഇനി ഒരാളെ കരാറിൽ ഏർപ്പെട്ട് സൗദിയിലേക്ക് കൊണ്ടുപോയി, അവിടുത്തെ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരി ന്യായപ്രമാണമല്ലാതെ ആ മുസ്ലിമിനെ സൗദിയിൽ വെച്ചുകൊണ്ട് വധിച്ചു കളഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഹറമല്ലാഹു അലൈഹിൽ ജന്ന, മുആഹിദായ ഒരു അമുസ്ലിം സഹോദരനെ വധിച്ചാൽ അവന് സ്വർഗ്ഗം നിഷിദ്ധമാണ്. പിന്നെ എങ്ങനെയാ സഹോദരങ്ങൾ ഒരു മുസ്ലിമിന് അന്യായമായ ആളുകളെ കൊല്ലാൻ സാധിക്കും? അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ, ഇതുപോലുള്ള കൊലപാതകങ്ങളിൽ മതം പറയുന്നവർ
യഥാർത്ഥത്തിൽ അവരായിരിക്കാം ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം എന്താ? മുസ്ലിമുകൾക്ക് ഈ കൊലയിൽ മതം തിരയാൻ കഴിയില്ല. മനുഷ്യനെ തിരയുന്നവരാണ് മുസ്ലിമീങ്ങൾ, മതം തിരയുന്നവരല്ല ഇതിൽ. അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ, ഈ വിഷയത്തിൽ ഒരു മുസ്ലിം പോലും ഇതിനെ അനുവദിക്കാൻ പാടില്ല. ഇതിനെ ശക്തമായി അവലംബിക്കണം എന്ന് മാത്രമല്ല, ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തി കലാപങ്ങൾ അതിന് മുസ്ലിമിന്റെ വേദനയായി ഉണ്ടാകണം. ബാബരി മസ്ജിദിന്റെ ധ്വംസനം മരിക്കുന്നത് വരെ മുസ്ലിമിന് വേദനയായി ഉണ്ടാകണം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് പുനർനിർമ്മിക്കാൻ പാടുന്നത് ഒരു മുസ്ലിം മരണം വരെ ആഗ്രഹിക്കണം. അത് മുസ്ലിമിന്റെ വേദനയാണ്. ബോംബെയിലും ഭീവണ്ടിയിലും ഉണ്ടായ കലാപം ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കണം. വെറും കാശ്മീർ മാത്രമല്ല, അത് മതം തിരയുന്നവരുടെ ഏർപ്പാട്. ഒരു മുസ്ലിം അങ്ങനെയാകാൻ പാടില്ല. ഒരു മുസ്ലിമിനെ കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഒരാൾക്കും ഒരു മുസ്ലിമിനെ കൊണ്ട് ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല, ഒരു വേദന ഉണ്ടാകാൻ പാടില്ല. അവനായിരിക്കണം ഒരു മുസ്ലിം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മുസ്ലിം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഖുർആനിൽ കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കൂടി പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാറ അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ അഹ്ലുൽ ദിമ്മ എന്നൊരു വിഭാഗമുണ്ട്. അഹ്ലുൽ ദിമ്മ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്ത് അമുസ്ലിം പൗരന്മാരായി ജീവിക്കുന്ന ആളുകൾ. ഉദാഹരണത്തിന് സൗദി അറേബ്യ, അതുപോലെ ഇസ്ലാമിക ഒരു രാജ്യം. ആ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിമീങ്ങളായ ആളുകളെ അഹ്ലുൽ ദിമ്മ എന്ന് പറയും. ദിമ്മികൾ. അഹ്ലുൽ ദിമ്മ, ദിമ്മികൾ എന്ത് ചെയ്യണം? അവർ നികുതി അടച്ച് ആ രാജ്യത്ത് ജീവിക്കണം. കാരണം ഇസ്ലാമിക രാജ്യമാണ്. നികുതി അടച്ച് ജീവിക്കുന്ന ദിമ്മികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സുരക്ഷിതത്വം ഒരുക്കുക എന്നുള്ളത് ആ രാജ്യത്തിന്റെ കടമയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല റജുലൻ മിൻ അഹ്ലി ദിമ്മ. ഇസ്ലാമിക രാജ്യത്ത് നികുതി അടച്ച് ജീവിക്കുന്ന ആ നാട്ടിലെ അമുസ്ലിങ്ങളായ പൗരനെ വധിച്ചു കളഞ്ഞാൽ റസൂൽ പറഞ്ഞതെന്നറിയോ? ലം യജിദ് റീഹൽ ജന്ന. ആ മനുഷ്യന് സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കുകയില്ല. വ ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി 70 ആമ. 70 വർഷത്തെ വഴിദൂരത്തിൽ സ്വർഗത്തിൽ നിന്ന് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരു ദിമ്മിയെ, ആ നാട്ടിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമായ പൗരനെ വധിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാത്രമല്ല, രണ്ട് മുസ്ലിമീങ്ങൾ പോരടിച്ചു മരിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? ഇന്നിന്റെ ലോകത്ത് വലിയ പാഠമുണ്ട്. എത്ര മുസ്ലിമീങ്ങളാണ് പരസ്പരം കലഹിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത്, മരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ തവജ്ജഹൽ മുസ്ലിമാനി ബിസൈഫിഹിമാ. രണ്ട് മുസ്ലിമുകൾ തമ്മിൽ വാളെടുത്ത് പോരടിച്ചു. ഫൽഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. ആ പോരടിച്ചതില് കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. ഇങ്ങനെ രണ്ട് മുസ്ലിമുകൾ വാളെടുത്ത് പരസ്പരം പോരാടി. റസൂൽ പറഞ്ഞത് അതിൽ ഒരാൾ മരിക്കണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നു, ഖുൽതു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ ഖാതിലു, ഖാതിലിനെ സംബന്ധിച്ചോളം മനസ്സിലായി എന്ന് പറഞ്ഞാൽ മറ്റവനെ കൊന്നവനാണ്, കൊലയാണ് ഖാതിൽ. ഫമാ ബാലുൽ മഖ്തൂൽ, എങ്കിൽ മഖ്തൂലിന്റെ കാര്യം എന്താണ്? കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നബിയെ നരകത്തിൽ പോവുക? കൊന്നവനല്ല നരകത്തിൽ പോകേണ്ടത്. എങ്ങനെയാണ് നബിയെ കൊല്ലപ്പെട്ടവൻ നരകത്തിൽ പോകുക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹു ഖദ് അറാദ ഖത്ല സാഹിബി. ഈ കൊല്ലപ്പെട്ടവനുണ്ടല്ലോ, കൊന്നവനെ കൊല്ലാൻ വേണ്ടി വന്നവനാണ്. ഇവൻ കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ കൊല്ലപ്പെട്ടവൻ കൊല്ലൂ
സ്വർഗവുമായിരുന്നു. അതുകൊണ്ട് കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു സന്ദേശമാണ് ഇസ്ലാമിന് ലോകത്തിന് നൽകാനുള്ളത്! എത്ര സുന്ദരമായ സന്ദേശമാണ്! ഒരാൾ അന്യായമായി പരസ്പരം പോരടിച്ചാൽ രണ്ടാൾ നരകത്തിലാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികൾ. എത്ര പവിത്രതയുണ്ട് മനുഷ്യ ജീവന്, അല്ലെ? എത്ര നിസ്സാരമായിട്ടാണ് സഹോദരങ്ങളെ ഇന്നിന്റെ ലോകത്ത് മനുഷ്യ ജീവനുകൾ അപഹരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിന്റെ പേരിലായാലും ഇവിടെയൊക്കെ ഇസ്ലാമിന്റെ സന്ദേശം വളരെ കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖിയാമത്ത് നാള് അത് അടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ പ്രയാസം. കുറച്ച് ആളുകൾ മുമ്പിലേക്ക് കയറിയിരിക്കുക, ബാക്കിൽ വരുന്ന ആളുകൾക്ക് സൗകര്യക്കുറവുണ്ട്. റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാള് അടുത്തു വന്നു കഴിഞ്ഞാൽ അന്നിന്റെ ഒരു പ്രയാസം എന്നറിയോ? അറിവ് അത് കുറഞ്ഞു കൊണ്ടുപോകും. വളരെ വാസ്തവമല്ലേ? ഇന്നിന്റെ ലോകത്തെ സഹോദരങ്ങളെ മൊബൈലിനെ കുറിച്ചുള്ള അറിവ്, അതുമായി നമ്മൾ ഖുർആൻ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി. ഒരാൾക്ക് മൊബൈലിനെ കുറിച്ചുള്ള അറിവ് ഒന്ന് ഖിയാസ് ചെയ്യാം, നമ്മൾ തുലനം ചെയ്യാം. ആ മനുഷ്യന് അക്കരെ മൊബൈലിനെ കുറിച്ച് അതിനെല്ലാം പറഞ്ഞിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒന്ന് നിർത്തിയിട്ട് ഖുർആനെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്കി, ഹദീസിനെ കുറിച്ച് ചോദിച്ചു നോക്കി, നിസ്കാരങ്ങളെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് ചോദിച്ചു നോക്കി, അറിയില്ല. ഇത് ഖിയാമത്താണ്, അലാമത്താണ്. അറിവ് കുറഞ്ഞു വരും, കുഴപ്പങ്ങൾ പ്രകടമാകും. അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സുകളിൽ പിശുക്ക് അത് രൂഢമൂലമാകും. ഹർജ് വർദ്ധിക്കും എന്ന് റസൂൽ പറഞ്ഞു. നബിയെ, എന്താണ് ഹർജ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ? നബി പറഞ്ഞു, ലോകത്ത് കൊലപാതകങ്ങൾ വർദ്ധിക്കുക. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങളും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ലോകത്ത് മരിച്ചു വീഴുന്ന ആളുകളിൽ സ്വാഭാവികമായ മരണം ഭരിക്കുന്ന ആളുകളാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ വധിക്കപ്പെടുന്ന ആളുകളാണോ ലോകത്ത് കൂടുതൽ? ലോകത്ത് കുറെ ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. ആ മരിച്ചു പോകുന്ന ആളുകളിൽ നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മരിച്ചു പോകുന്ന ആളുകളിൽ സ്വാഭാവിക മരണം ഭരിക്കുന്ന ആളുകളാണെന്ന് ലോകത്ത് കൂടുതൽ? അതല്ല, പല കാരണങ്ങളിലും കൊല്ലപ്പെടുന്ന ആളുകളാണോ കൂടുതൽ? ഇത് എന്തിന്റെ പേരിലാ സഹോദരങ്ങളെ? എന്തിന്റെ പേരില? ഇന്ന് പുൽവാലയിലുണ്ടായ, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പുൽവാലയിലുണ്ടായ കൊലപാതകം എന്തിന്റെ പേരില? മതം തിരയുന്നവരോട് പറയട്ടെ, മുസ്ലിമീങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. കാരുണ്യത്തിന്റെ മതത്തിന്റെ ആളുകളാണ് മുസ്ലിമീങ്ങൾ. അവർക്കൊരാളെ അന്യായമായി കൊല്ലാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ കൊന്ന ആളുകൾ അറിയണം എന്തിന്റെ പേരിലാണ് ഈ ആളുകളെ നിങ്ങൾ കൊണ്ടൊടുക്കിയത്, അല്ലേ? ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളിൽ നാം അറിയേണ്ട ഒരു വസ്തുതയുണ്ട്. എത്ര മാതാപിതാക്കളുടെ കണ്ണുനീരാണ് ഇതിന്റെ പേരിൽ ലോകത്ത് വീണുകൊണ്ടിരിക്കുന്നത്. എത്ര സ്ത്രീകളാണ് ഇതിന്റെ പേരിൽ വിധവരാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര കുഞ്ഞു മക്കളാണ് ഇതിന്റെ പേരിൽ ഇന്ന് അനാഥരായി മാറുന്നത്. സഹോദരങ്ങളെ, ഇവരുടെയൊക്കെ മനസ്സിൽ മുളപൊട്ടുന്ന ഒരു വികാരമുണ്ടാകും. ആ വികാരം ഇന്നിന്റെ നാളെയുടെ ലോകത്ത് എന്ത് സംഭാവനയാണ് നൽകുന്നത്, അല്ലേ? ഈ കൊല്ലപ്പെടുന്ന ആളുകളെ മാതാപിതാക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ വരും ലോകത്തിന് എന്ത് സംഭാവനകൾ നൽകാൻ സാധിക്കും? അവരുടെ മനസ്സിൽ എന്തൊരു വിചാരമായിരിക്കും, എന്തൊരു വികാരമായിരിക്കും? കേവലം പ്രതികാര ചിന്തയല്ലാതെ, ആ ഒരു വികാരമല്ലാതെ എന്തൊരു വികാരമാണ് ഈ മരിച്ചു പോകുന്ന ബാക്കിയാകുന്ന വിധവകളുടെ മനസ്സിലുണ്ടാകുക, ബാക്കിയാകുന്ന മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാകുക, ബാക്കി വരുന്ന അനാഥരായ മക്കളുടെ മനസ്സിൽ എന്തൊരു വികാരമാണ് ഉണ്ടാകുക? സഹോദരങ്ങളെ, എന്തൊരു സംഭാവനയാണ് നാളെയുടെ ലോകത്തിന് അവർക്ക് നൽകാൻ സാധിക്കുക? അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കൃത്യമായ സമാധാനത്തിന്റെ സന്ദേശം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അത് മുസ്ലിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം അറിയേണ്ടതുണ്ട്, ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലക്കൂട്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം.
ലാ തദ്ഹബു ദുനിയ ഹത്താ യഅതി അലൻ നാസി യൗമുൻ. കാലങ്ങൾ കഴിയും തോറും, കാലങ്ങൾക്ക് പഴക്കം കൂടുന്തോറും ജനങ്ങൾക്ക് ഒരു ദിവസം കടന്നു വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്നറിയോ? ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതൽ വലൽ മഖ്തൂലു ഫീമ ഖുതിൽ. കൊന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊന്നത്, കൊല്ലപ്പെട്ടവൻ അറിയില്ല ഞാൻ എന്ത് കാരണത്താലാണ് കൊല്ലപ്പെട്ടത്. എത്ര സത്യമാണ് സഹോദരങ്ങൾ അല്ലേ? ഇങ്ങനെ ഒരു കാലഘട്ടം ഈ ഉമ്മത്തികൾക്ക് വരാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കൊല്ലുന്നവൻ അറിയോ എന്തിനാണ് ഇന്ന് കൊല്ലുന്നത് എന്ന് ചോദിക്കട്ടെ. ഈ പുൽവാലയിൽ ആളുകളെ കൊന്നൊടുക്കിയ മനുഷ്യന്മാർക്ക് അവർക്കറിയോ ഞാൻ എന്തിനാ ആളുകളെ കൊന്നത് എന്ന്? ഒന്നും അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളുടെ കയ്യിലെ കളിപ്പാവകളാണ് അവർ. എന്തിനാണ് അവർ കൊന്നത് അവർക്കറിയില്ല. അതാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അവർക്കറിയില്ല. ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതൽ, ഞാൻ എന്തിനാണ് ആളുകളെ കൊല്ലുന്നത് എന്ന് അവർക്കറിയില്ല. വൽ മഖ്തൂലു ഫീമ ഖുതിൽ, കൊല്ലപ്പെട്ട ആളുകൾക്കറിയോ എന്തിനാ ഞങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന്. സഹോദരങ്ങളെ, വിവാഹം ആഘോഷിക്കാനെത്തിയ രണ്ട് യുവമിഥുനങ്ങൾ സങ്കടത്തിലാണ്. നമ്മൾ അവർ സങ്കടത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ആ സഹോദരിക്കറിയോ എന്റെ ഭർത്താവ് എന്തൊരു കാരണത്താലാണ് കൊല്ലപ്പെട്ടത് എന്ന്. അതുപോലെ തന്നെ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിത വ്യവഹാരത്തിന് വേണ്ടി എന്താ തന്റെ കുടുംബം പോറ്റാൻ അവിടെ ഒരു കുതിര അത് ഉപജീവനമാക്കി കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ അക്കാരണത്താൽ അവിടെ കൊല്ലപ്പെട്ടു. ആ കുടുംബം അനാഥമായി, ആ സഹോദരന്റെ ഭാര്യ വിധവയായി, മക്കൾ അനാഥകളായി, മാതാപിതാക്കൾക്ക് മകനെ നഷ്ടപ്പെട്ടു. ആ കൊല്ലപ്പെട്ട വ്യക്തിക്കറിയോ എന്തു കാരണത്താലാണ് ഞാൻ കൊല്ലപ്പെട്ടത് എന്ന്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വിവാഹം ആഘോഷിക്കാൻ ചെന്ന മിഥുനങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് രക്തത്തിൽ കലാശിച്ച് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഒരിക്കലും ഇത് ആവർത്തിപ്പെട്ടുകൂടാ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ അവരനെയല്ല, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങളെ തന്നെ അന്യായമായി കൊല്ലരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായിക്ക് ഒരിക്കലും സഹോദരങ്ങളെ ഇതുപോലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കൊലപാതകത്തിൽ, ഈ പ്രയാസത്തിൽ മതം തിരയുന്നവർ തിരയട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതവന്റെ വേദനയാണ്. ആവർത്തിച്ചു പറയട്ടെ, ഒരുപാട് വേദനകളിൽ ഒരു വേദന മാത്രമാണ് മുസ്ലിം. കുറെ കാലമായി ഇന്ത്യയിൽ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന്റെ അറുതി ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുത്തുന്ന, അതുപോലെ തന്നെ അന്യായമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ നമ്മുടെ സമയങ്ങളെ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് എല്ലാ മനുഷ്യന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഭീകരവാദികളുടെ കിരാത ഹസ്തങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടിമകളായ മുഴുവൻ മനുഷ്യന്മാർക്കും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹ്മായ ഫള് കൊണ്ട് നിങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകണമേ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലമത്രയും നിന്റെ ഇഷ്ടത്തിലും അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, അടുത്തകന്ന ബന്ധുക്കൾ, നല്ലവരായ നാട്ടുകാർ, അല്ലാഹുവേ അവർ വിശ്വാസികളാണെങ്കിൽ അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവേ, ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, അവരോട് നീ കനിവ് കാണിക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങളെ ചെറുപ്പത്തിൽ നല്ല നിലയിൽ പോറ്റി വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും വാർദ്ധക്യ സഹജമായ പല പ്രയാസങ്ങളിലുമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ മുഴുവൻ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നീ പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ. അല്ലാഹുവേ, ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا
لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.